ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനെ വിഷ് ചെയ്യാൻ കാരവാനിൽ പോയതായിരുന്നു. ഒരു മന്ത്രിയുടെ മകനാണ്, എങ്ങനെയാണ് കാണുന്നത്? കേന്ദ്രമന്ത്രിയുടെ മകനാണ്. അങ്ങനൊന്നും പ്രത്യേകത അങ്ങനെയൊന്നും കാണുന്നില്ല. ഒരു വർഷം ഷൂട്ട് ചെയ്തതല്ല, കുറച്ച് ദിവസം ഉണ്ടെങ്കിലും. എന്തോ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല? ഇല്ല, ആദ്യമായിട്ടല്ലേ? ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നല്ല വയസ്സുണ്ട്, അതുകൊണ്ട് അയച്ചു മതി. ചെറുപ്പമായിട്ടാണല്ലോ എല്ലാരും കൂടി കുറെ പേരുണ്ടല്ലോ അവിടെ. അപ്പൊ എനിക്ക് സുരേഷ് സാറ് ചീരയൊക്കെ കഴിക്കുന്നൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെയാണ് എൻ്റെ അമ്മ എനിക്ക് ചീര, സുരേഷ് ഗോപി സാറ് കഴിക്കും ചീര, അതുകൊണ്ട് നീ കഴിക്കണം എന്നൊക്കെ എപ്പോഴും. സുരേഷ് ഏട്ടൻ മമ്മൂക്ക കോമ്പിനേഷൻ ഭയങ്കര ഒരു കെമിസ്ട്രി അല്ല അവര്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 പേർക്കും സ്വാഗതം. നമസ്കാരം. എവിടെ നിന്ന് തുടങ്ങാം, എങ്ങനെ തുടങ്ങുന്ന ഒരു ഐഡിയ ഇല്ലായിരിക്കും. എല്ലാവരും കൈ അങ്ങോട്ട് പോകും, അവിടെ ഇങ്ങനെയൊക്കെ പോവല്ലേ. ഗൂഗിൾ അഡ്വാൻസ് പറഞ്ഞാൽ ഒന്നുമില്ലാന്ന് ഇങ്ങനെയാണ്. പക്ഷേ ഗംഭീര ഒരു സിനിമ, മമ്മൂട്ടി കമ്പനിയുടെ സിനിമ, മമ്മൂക്കയുടെ കൂടെ, ഡൊമിനിക് ചേട്ടൻ്റെ കൂടെ എല്ലാവരും അഭിനയിച്ച് കഥയൊക്കെ എഴുതി ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. വിനയേട്ടാ, പറയൂ, ഈ സിനിമയിലേക്ക് നമുക്കൊരു യാത്ര ആദ്യം ചെയ്യാം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ബിക്കോസ് ഒന്ന് ആദ്യമായിട്ടാണ് ഞാൻ മമ്മൂട്ടി കമ്പനിയിൽ. ഓഫ്കോഴ്സ് മമ്മൂക്കൻ്റെ കൂടെ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് റോൾസ് ആയിരുന്നു. ഇതിലെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഡയറക്ടർ ഗൗതം വാസുദേവൻ. സോ ഞാൻ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ഓൾ ഹിസ് ഫിലിംസ്. ഹൂസ് നോട്ട്, എല്ലാം ഭയങ്കര ഒരു ഫാനാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാർ. അദ്ദേഹത്തിന്റെ തമിഴ് പടങ്ങളെല്ലാം തന്നെ എല്ലാം ഓൾമോസ്റ്റ് എവറി ഫിലിം കണ്ടിട്ടുണ്ട്. ആൻഡ് ഇതൊരു ഭയങ്കര ഒരു സർപ്രൈസ് പോലെ ആയിരുന്നു. ഇതിൽ അദ്ദേഹം പേഴ്സണലി വിളിച്ചു ആൻഡ് ഹി ടോൾഡ് മീ വാട്ട് ദ എപ്പിസോഡ് ഇസ്. ആൻഡ് സോ ദാറ്റ് ഇസ് ഹൗ ഞാൻ അങ്ങനെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഓഫ്കോഴ്സ് മമ്മൂക്കൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാന്നുള്ളത് ഏതൊരു ആക്ടറെ സംബന്ധിച്ചും അതൊരു വലിയ ഓണറാണ്, ഒരു പ്രിവിലേജാണ്. ഞാൻ കടുകന്നാവിൽ തന്നെ എനിക്ക് കോമ്പിനേഷൻ ഇല്ല മമ്മൂക്കയായിട്ട്, ബിക്കോസ് ഫ്ലാഷ് ബാക്കിൽ വരുന്നതല്ലേ. സോ അതിനുശേഷം ഒരു വെരി എക്സൈറ്റിംഗ് ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യാൻ പറ്റിയത്. സോ അതിൻ്റെ ഇത് രണ്ടുമാണ് ഏറ്റവും അധികം പിന്നെ എന്നെ സംബന്ധിച്ച് എക്സൈറ്റ്മെന്റിലെ 2 ഫാക്ടേഴ്സ്. ഒന്ന്, മമ്മൂട്ടി കമ്പനിയുടെ ഫസ്റ്റ് ടൈം ഐ എം ബീങ് എ പാർട്ട് ഓഫ് ദെയർ പ്രോജക്റ്റ്. ആൻഡ് മനോഹരമായ കോൺസെപ്റ്റ്സ്, അതുപോലെ വളരെ വ്യത്യസ്തമായ തീമുകൾ മമ്മൂക്ക എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേ പടങ്ങൾ നമ്മൾ. സോ അതെല്ലാം നമ്മളെ പോലത്തെ യങ്സ്റ്റേഴ്സിനും ആക്ടേഴ്സിനും എല്ലാം ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണി, ഹൗ ഹി ചൂസസ് ഫിലിംസ്. സോ ആ തരത്തിൽ തീർച്ചയായിട്ടും ഡൊമിനിക് ഇസ് ഗോയിങ് ടു ബി എ വെരി വെരി എക്സൈറ്റിംഗ് പ്രോജക്റ്റ്. ആൻഡ് ഒരു വലിയ താങ്ക്സ്, ഐ മീൻ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് മമ്മൂക്കയ്ക്കും ഡയറക്ടർ ഗൗതം വാസുദേവനും ഫോർ കൺസിഡറിങ് മീ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എത്ര നാളായി സിനിമാ മേഖലയിലേക്ക് അല്ലേ, നമ്മളൊക്കെ കണ്ട് വളർന്ന ഒരു ആക്ടറാണ്. ഇപ്പം മമ്മൂട്ടി കമ്പനിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ ഇപ്പോഴും ആ കമ്പനിയിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു പോയിന്റാണ്. എത്ര വർഷങ്ങളായിട്ട് താങ്കൾ നിൽക്കുന്നതാണ് വിനയേട്ടാ. അല്ല, കമ്പനി എന്ന് മാത്രമല്ല, സി ഹൗ യു ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് ലെജൻഡ്സ് ലൈക്ക് മമ്മൂക്ക. ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ അത്തരം പ്രോജക്ട്സ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമാകാൻ ഒരു ആർട്ടിസ്റ്റിന് ഒരു അവസരം ലഭിക്കുന്നത് ഡെഫിനറ്റ്ലി ഒരു ഓണറാണത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ലേ മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? രണ്ടാമത്തെ മമ്മൂക്ക, പക്ഷേ കോമ്പിനേഷൻ ഇതിലേ ഉള്ളൂ. എങ്ങനെയായിരുന്നു? എനിക്ക് ആ ട്രെയിലറൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പോകുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കുറേ ഗുണ്ടകളൊക്കെ മമ്മൂക്ക പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ കേട്ടുപോയിട്ടുള്ള ഗുണ്ടകളാണ്. മനം ഭാഗത്തെ കുറേ ഗുണ്ടകളുടെ പേരൊക്കെ പറഞ്ഞാണ് ഗോകുലിനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഗോകുൽ. തീർച്ചയായും മാസ്റ്റർ പീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എനിക്കൊരു കോമ്പിനേഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നാച്ചുറലായിട്ട് ആ പ്രോസസ്സിൽ നമുക്കായിട്ട് കോമ്പിനേഷൻ വരുന്നൊരു സിനിമ ആഗ്രഹിച്ചിരുന്നു. അത് ഗൗതം മേനോൻ സാറിൻ്റെ പടത്തിൽ തന്നെ വരാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷവും ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കയുടെ കൂടെ ഈ കോമ്പിനേഷൻ വരും തോറും നമുക്കൊരു ഭയമാണ്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു എന്താണ് പറയാമെന്ന് എനിക്ക് പോലും അറിയില്ല. എങ്ങനെയാണ് മമ്മൂക്കയുടെ കൂടെ കുറേ ഡയലോഗുകൾ എനിക്ക് തോന്നുന്നു ത്രൂ
ഗോകുലായിട്ടുള്ള യാത്രയാണ് ഈ സിനിമയിൽ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സിനിമ കാണുമ്പോൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയായിരുന്നു, ആ ജോബ് എങ്ങനെയായിരുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓബിയസ്ലി ആർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നു, അൺലെസ് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആക്ടർ അല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോൾ എനിക്ക് ടെൻഷൻ അടിക്കാവുന്ന എല്ലാ സാഹചര്യവും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മമ്മൂട്ടി സാറായാലും ഗൗതം മേനോൻ സാറായാലും ഭയങ്കര കംഫർട്ടബിളായിട്ട് അതിൻ്റെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യാത്ത രീതിയിൽ എങ്ങനെ എന്നെ കൊണ്ടുപോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു തന്നെ. കുറേ ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നത് വെറുതെ ആയിരുന്നു. എല്ലാം സ്മൂത്തായിട്ട് തന്നെ പോകുന്നത് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. ഈ ഗോകുലിനെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ആരായിരുന്നു? ഗൗതം മേനോൻ സാറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു എൻക്വയറി വന്നു എന്ന് അറിയിച്ചു. മോഹൻ ചേട്ടനായിരുന്നു, അരുമ മോഹൻ ചേട്ടൻ. അങ്ങനെ ചെന്നൈയിൽ ആ സമയത്ത് ഗഗനചാരി എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷന് പോകുന്നത്. അപ്പോൾ ഗൗതം മേനോൻ സാറിനെ മീറ്റ് ചെയ്തു, അങ്ങനെ ചെയ്യാമെന്ന്. ഒരു പോലീസ് വേഷമാണല്ലോ, എനിക്കൊന്ന് പോലീസ് വേഷമാണെന്ന് നമുക്ക് തോന്നുന്നു. ഞാൻ സിനിമയിൽ എല്ലാം തീരുമാനിക്കുള്ളൂ, സിനിമ കാണണം എനിക്ക്. ഇതിനു മുമ്പ് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതൊരു അന്വേഷണത്തിൻ്റെ ഒരു രീതിയാണ്, ഒരു റൂട്ടാണ്. അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത്? എൻ്റെത് പോലീസ് വേഷമല്ല, സാറിൻ്റെത് ഒരു മമ്മൂക്കാടെ സാറിൻ്റെ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ള യാത്രയാണല്ലോ കാണിക്കുന്നത്. അതെ, ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ടു പോലീസിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് ആ ട്രാവലിൽ കുറച്ചുകൂടി ഒരു പിങ്ക് പാന്തർ ലൈക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. ഒരു പിങ്ക് പാന്തർ മോഡിൽ യാത്ര ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. ഈ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലല്ലോ? ഇല്ല, ആദ്യമായിട്ടല്ലേ? ഇതെല്ലാം ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അല്ല, ഇതിനൊക്കെ ഒരു ഭാഗ്യം. അവരൊക്കെ തലമൂത്ത ആളുകളോട് അഭിനയിച്ചിട്ട് അടുത്ത തലമുറയുടെയും കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗ്യമാണല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരുന്നു. ഞാൻ സ്ക്രീനിൽ കണ്ട ആക്ടേഴ്സിൻ്റെ കൂടെ ഓരോ ഫിലിം കഴിയുന്നവരും ഇങ്ങനെ ഞാൻ സ്ക്രീനിൽ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ നിന്ന് വേറൊരു ട്രിപ്പാണ്. കഥകളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയോ? എല്ലാവരുടെ അടുത്തൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ചിലപ്പോൾ വിനീതേട്ടനായാലും കുറച്ച് എൻ്റെ കുഞ്ഞിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ സീനിയർ ആക്ടേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ അവർ ചെറിയ അവരുടെ ലൈഫിലെ ട്രാവലിലുള്ള കുറച്ച് കഥകളൊക്കെ ഇങ്ങനെ പറയും. അത് ഭയങ്കര നൊസ്റ്റാൾജിക് അത് അങ്ങനെ കേൾക്കുന്നത്. ഞാൻ അത് എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഒരു നമുക്കും എല്ലാം ബിക്കോസ് സുരേഷ് ഏട്ടൻ മമ്മൂക്ക കോമ്പിനേഷൻ ഭയങ്കര ഒരു കെമിസ്ട്രി അല്ലേ അവർ. അത് വി കുഡ് സീ ദാറ്റ് വിത്ത് ഗോകുൽ. സോ എൻ്റെ കോമ്പിനേഷനും ഇവരുടെ കൂടെ ആയിരുന്നു. സോ അത് ഭയങ്കര ഒരു ഗോകുൽ പറഞ്ഞ പോലെ ഭയങ്കര നൊസ്റ്റാൾജിക് ആൻഡ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഹിസ്റ്ററി ഈസ് റിപ്പീറ്റിംഗ് പോലെ, യുനോ ദ ലെഗസി ഈസ് കണ്ടിന്യൂയിങ്. സോ അങ്ങനെ ഒരു മാജിക് ഈ പടത്തിലുണ്ട്. മമ്മൂക്ക ആൻഡ് ഗോകുൽ എന്ന് പറഞ്ഞ ആ കോമ്പിനേഷൻ, ഓഫ് കോഴ്സ് സുരേഷ് ഏട്ടൻ്റെ ആ ഒരു ലെഗസി വീണ്ടും ഒരു മാജിക്കൽ കോമ്പിനേഷൻ. അതൊരു പ്രേക്ഷകൻ എന്ന നിലയിലും ഇറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ് ടു വാച്ച് ബോത്ത് ഓഫ് ദം പെർഫോം. അതെ അതെ, തീർച്ചയായിട്ടും. ഇനി പ്രേക്ഷകരുടെ കയ്യിലേക്ക് 23-ാം തീയതി എത്ര ഇനി എണ്ണിയാണ് കഴിയുന്നത് 23-ാം തീയതിയിലേക്ക്. അത്രയും രീതിക്ക് പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ചിത്രത്തിലേക്കല്ലേ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഹിറ്റ് സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലേക്ക് അല്ലേ? ഹിറ്റിൽ നിന്നും അടുത്ത ഹിറ്റിലേക്കാണ് യാത്ര. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ വാഴ കഴിഞ്ഞ് ഞാൻ നേരെ വരുന്ന ഡൊമിനിക്കിൻ്റെ സെറ്റിലാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് നമുക്ക് മമ്മൂക്കയുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുക. ഗൗതം സാറിൻ്റെ ഡിറക്ഷൻ അതൊക്കെ എന്നെ ശരിക്കും പേടിയുണ്ടായിരുന്നു, കാരണം സീനിയേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ് എന്നെ ഇതിലേക്ക് വിളിച്ചതിൽ. എനിക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ വർക്ക് ചെയ്യാൻ, പക്ഷെ സ്റ്റിൽ ഒരു വർഷം ഷൂട്ട് ചെയ്തതല്ല, കുറച്ച് ദിവസം ഉണ്ടെങ്കിലും എന്തോ ഒരു വർഷം ജോലി ചെയ്തപോലെ ആ കൂടെ. അതെ 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 അതെ, ഒരു ദിവസമെങ്കിലും മമ്മൂക്കയുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഭയങ്കര സന്തോഷമാണ്, വലിയ ഭാഗ്യമാണ്. അതെ അല്ലേ? വാഴ ഹിറ്റ് അടിക്കുമ്പോൾ തന്നെ ഇവിടെ വരുന്നു, ഇവിടുത്തെ ലൊക്കേഷനിലേക്ക് പോകുന്നു അല്ലേ? അതെ. മമ്മൂക്ക എന്തെങ്കിലും സംസാരിച്ചപ്പോൾ എന്തെങ്കിലും മനസ്സിൽ ഓർമ്മയിക്കുന്ന കാര്യങ്ങളുണ്ടോ? ചുമ്മാ പേഴ്സണൽ ടോക്കിൽ. ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ മമ്മൂക്കേൻ്റെ തൊമ്മനും മക്കളും സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെയാണ് കാണുന്നത്. ഒരു ആക്ടർ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുന്ന കാണുന്ന മമ്മൂക്കയാണ്. അത് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് പോയി പറഞ്ഞു. മമ്മൂക്ക ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് നമുക്ക് ഭയങ്കര അപ്ഡേറ്റഡ് ഒക്കെയാണ്. വാഴേന്റെ പോസ്റ്ററൊക്കെ കാണിച്ചപ്പോൾ ഇത് പുതിയ പിള്ളേരുടെ പരിപാടിയല്ലേ, ഞാൻ കാണാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം മമ്മൂക്കാടുത്ത് ആദ്യം മമ്മൂക്കാനെ കാണാൻ തൊമ്മനും മക്കളുടെ ലൊക്കേഷൻ. അതെ അതെ അതെ, അത് മമ്മൂക്കാട്. ഞാൻ ഭയങ്കര ചെറുതായിരുന്നു, ഞാൻ അച്ഛൻ്റെ കൂടെ പോയതാണ്. അന്ന് തൊട്ട് സിനിമാ മോഹം ഉണ്ടോ? അന്ന് തൊട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഡെഫിനറ്റ്ലി അത് എനിക്ക് ഭയങ്കര ഓർമ്മയൊക്കെ ഉണ്ട്. പക്ഷെ അത് പാഷൻ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ
മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ആഗ്രഹം സഫലമായിരിക്കുന്നു. അതെ. ഇനി വെച്ചടി ഉയരത്തിലേക്ക് പോട്ടെ അല്ലേ കേട്ടോ? ഇങ്ങനെയുള്ളവർ Absolutely. അല്ലേ? തീർച്ചയായിട്ടും ഇടവും ബലവും സ്ക്രിപ്റ്റ് റൈറ്റർമാർ ഇരുത്തേക്കുമാണ്. ഇവർക്കാണ് കുറേ സംസാരിക്കാനുണ്ടാവും. എനിക്ക് ഞാൻ ഗൗതം സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു, നിങ്ങൾ ഇതിലേക്ക് വരുന്നത് മഞ്ജു വാര്യറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പോയി, പിന്നീട് അത് നടക്കാതെ ഈ ചർച്ചയിലേക്ക് പോയി നിങ്ങളെ ചേർത്ത് പിടിച്ചു എന്നാണ് ഗൗതം സാറ് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയായിരുന്നു അനുഭവം? ഞങ്ങൾ മഞ്ജു ചേച്ചി വന്നിട്ടാണ് ഗൗതം സാറിനെ ആദ്യം പോയി കാണുന്നത്. അതൊരു ഒരു ഒരു ത്രില്ലർ സ്വഭാവമുള്ളൊരു പടമായിരുന്നു. അപ്പം അന്ന് ആ ചർച്ച ചെയ്ത സമയത്ത് സാറിന് ഇഷ്ടപ്പെടുക അത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പല കാരണങ്ങളുകൊണ്ടും അത് മുമ്പോട്ട് പോയില്ല. അപ്പോൾ ഞങ്ങൾ ബസൂക്കയുടെ സെറ്റിലൊക്കെ സാറിനെ കാണാൻ കഥ ചർച്ച ചെയ്യാനൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗൗതം സാറിനോടൊരു 3-4 കഥകൾ ഇങ്ങനെ സാറ് വേറെ കഥകളുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാറിൻ്റെ ഒരു പടങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞൊരു ഉള്ളൊരു ആക്ഷൻ ത്രില്ലർ സാർ എടുക്കുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഡൊമിനിക്കിൻ്റെ കഥ ഞങ്ങൾ ജസ്റ്റ് ഒരു അത്ര സാധ്യതയില്ലാത്ത, ഗൗതം സാർ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കഥ എന്നുള്ള രീതിയിലാണ് സാറിനോട് അതിൻ്റെ ഒരു എലമെൻറ്റ് പറഞ്ഞത്. കാരണം ഇതിൽ കുറച്ചൊരു ഹ്യൂമറും അങ്ങനത്തെ പടങ്ങൾ സാറ് ചെയ്ത് കണ്ടിട്ടില്ല അധികം. പക്ഷെ സാറ് ബാക്കി കഥകളെക്കാളും സാറിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഡൊമിനിക്കിൻ്റെ ചെറിയൊരു ഹ്യൂമറുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളൊരു കഥയാണ്. അതത്ര പ്രതീക്ഷയില്ല സാറ് ചെയ്യും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഡോക്ടറാണുണ്ടോ? ഡോക്ടറാണ്. എൻ്റെ നാട്ടിലൊക്കെ കോവിഡ് സമയത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ എഴുത്ത് ഗംഭീരമായിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സിനിമ കണ്ടേ ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. ആ ഡോക്ടറിൻ്റെ കൈപുണ്യം പോലെ ഇതും വലിയ കൈപുണ്യമാകട്ടെ എഴുത്ത്, അല്ലേ? അങ്ങനെയല്ല വേണ്ടത്. ഒത്തിരി നാളത്തെ സ്വപ്നമായിരുന്നു, മമ്മൂക്കാനെ തന്നെ കിട്ടിയെന്നുള്ളതാണ്. അതെ, അങ്ങനെ ഞങ്ങൾ ഒരു മാർച്ചിലൊക്കെയാണ് മമ്മൂക്ക അടുത്ത് വന്ന് കഥ പറയുന്നത്. അപ്പം ചില കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് തന്നെ പടം തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് മമ്മൂക്കയെ കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ചിത്രം സംഭവിക്കുന്നു ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതെല്ലാം ഗൗതം സാറിൻ്റെ കൂടെ ഇപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയോണ്ടാണ് അങ്ങനെ അത്ര പെട്ടെന്നൊരു മമ്മൂക്ക ചിത്രം സംഭവിക്കാനിടയായത്. തീർച്ചയായിട്ടും. മമ്മൂക്കാനെ ആദ്യം കാണാൻ പോയപ്പം കഥ പറയുമ്പം മമ്മൂക്ക എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് നീരജ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അതായത് വളരെ പെട്ടെന്ന് നടക്കുമെന്നോ, അല്ലെങ്കിൽ ഞങ്ങളൊരു 2024 മാർച്ച് ടൈമിലാണ് കാണുന്നത്. ഞങ്ങൾ പോലും മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് 2025, കാരണം പുള്ളി ഒരുപാട് പ്രോജക്ട്സ് എന്തായാലും എടുത്ത് പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതൊക്കെ നടക്കുന്നൊരു പരിപാടി എന്നുള്ള രീതിയിലാണ് കണ്ടത്. പക്ഷേ പുള്ളിയെ കണ്ട് പുള്ളി കഥ കേട്ട് കഴിഞ്ഞ് ആദ്യം ചോദിക്കുന്നത് ഫുൾ സ്ക്രിപ്റ്റ് ആണോ എന്നുള്ളതാണ്. അപ്പം ഓൾമോസ്റ്റ് ഗൗതം സാർ പറഞ്ഞു ഫുൾ സ്ക്രിപ്റ്റ് ആണ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 months ആ ഒരു ടൈമിനിടയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ എന്നാണ് ചോദിച്ചത്. അതിന് ശരിക്കും പറഞ്ഞാൽ മറുപടി പറഞ്ഞത് ഗൗതം സാറാണ്. ഗൗതം സാർ ഓക്കെ കിളി പോയി, ഞങ്ങൾക്ക് കിളി പോയിരുന്നു. അപ്പം പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫുൾ സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് അത് വളരെ പെട്ടെന്ന് നടന്നത്. ഈ കഥയുമായിട്ട് ഇപ്പം മമ്മൂക്കാടെ ട്രെയിലർ കാണുമ്പോൾ കുറേ ഗുണ്ടകളുടെ പേരൊക്കെ പറഞ്ഞ് ഇതൊരെവിടെയെങ്കിലും നടന്ന സംഭവമായിട്ടൊക്കെ ഏകീകരിച്ച് പോകുന്നുണ്ടോ? എങ്ങനെയാണ്? ഫിക്ഷൻ മാത്രം. നിങ്ങളുടെ ഒരു വിഷയമാണ്. എത്ര നാളുകൊണ്ടായി കഥ തീർത്ത്? കോവിഡ് ടൈം മുതൽ ഞങ്ങൾ എപ്പോഴും സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ ബ്രദേഴ്സാണ്, ഒരു വീട്ടിൽ തന്നെയാണ്. അപ്പം യാത്രകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആണെങ്കിലും വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങും. ആ സമയത്ത് വരുന്ന തോട്ട്സ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ടൈമിലാണെങ്കിൽ പോലും ഞങ്ങൾ അന്നേരം തന്നെ മൊബൈലിൽ അത് സേവ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അപ്പം അതിൽ കൊള്ളാൻ തോന്നുന്ന തോട്ട്സ് പിന്നീട് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അങ്ങനെയുള്ളത് ഡെവലപ്പ് ചെയ്യാൻ. വീട്ടിൽ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ താമസിച്ച് കഥകൾ എഴുതുന്നു, കഥകൾ പറയുന്നു. എത്ര മണിയൊക്കെ ഉറങ്ങുന്നു? ബാക്കിയുള്ളവർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണമല്ലോ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമായിരിക്കുമല്ലോ. അല്ല, നോർമൽ ഡിസ്കഷൻ ടൈം ലേറ്റ് ആയിട്ടാണ്. ഒരു 9:30 to 12:30 ഈവനിങ് നൈറ്റ് അങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാറ്. ജോലികളൊക്കെ തീരും ആ സമയത്താണ്. ജോലിയൊക്കെ തീർന്ന് വരുമ്പോൾ ആ സമയമാവും അല്ലേ? വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടോട് കൂടിയല്ലേ വരുന്നത്? ഒറ്റ വീട്ടിൽ നിന്ന് തന്നെ വരും അല്ലേ? ഒറ്റ വീട്ടിൽ നിന്ന് ഒരേ റൂമിലിരുന്ന് കഥ എഴുതി വരുന്ന ഇങ്ങനത്തെ റൈറ്റേഴ്സ് ഉണ്ട്, നമുക്കുണ്ട് അല്ലേ? പിന്നെ നമ്മുടെ ബോബി സഞ്ജയ് വേറെ ഉണ്ടല്ലോ. അതെ, പണ്ട് കാലങ്ങളിൽ അങ്ങനെ റൈറ്റേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. മുന്നേറ്റുള്ള കാലത്തൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ ഇല്ല. ആലോചിച്ചിട്ടുണ്ടത് സാർ. പക്ഷെ ഇവരുടെ ഒരു പ്രായം വെച്ച് ഇവരുടെ ആദ്യ ഡയറക്ടർ ആയിരുന്നല്ലോ ബാലു സാർ. വാസ് ഡയറക്ടർ. അതെ അതെ അതെ, വിനുവേട്ടൻ എഴുതുമായിരുന്നു. പക്ഷെ ഇവരുടെ ഈ പ്രായം വെച്ചിട്ട് ആദ്യം തന്നെ വന്ന് പെട്ട കരങ്ങളാണ് അല്ലേ? വലിയൊരു ഭാഗ്യവാന്മാരാണ് നിങ്ങൾ കേട്ടോ.
അല്ല ഇവിടെ വന്ന് പെട്ടെന്ന് കാര്യം പറഞ്ഞു. ആരാണ് സംവിധായകൻ, ഏത് കമ്പനിയാണ് എടുത്തത്, നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യം പോലും വന്നില്ലല്ലോ. ലൊക്കേഷനിൽ അല്ലേ? ഹാപ്പിയാണ്. ഇവരെ ഈ മറ്റേ മമ്മൂട്ടി അല്ലാതെ മറ്റ് താരങ്ങളെയൊക്കെ ഗൗതം സാറ് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ചർച്ചയിലൊക്കെ ഭാഗമാവുന്നത്? കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു. ആദ്യം തോട്ട് പുള്ളിയോട്ട് ഷെയർ ചെയ്തപ്പോൾ മുതൽ തന്നെ അവർക്ക് കൃത്യമായിരുന്നു, അതായത് ആ ക്യാരക്ടർ ഇങ്ങനെ അല്ലേ സ്കെച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു ഗൗതം സാർ. അങ്ങനെയുള്ള സാഷൻസ് തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യുമായിരുന്നു അല്ലേ? ഈ ഗൂഗിളെ ഇതിലെ കഥാപാത്രങ്ങൾ വേറിട്ട കഥാപാത്രമാണ്, ചെയ്തു വെച്ചിരുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. ഇതിലേക്കുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു? ഇത് പെട്ടെന്ന് ഈ സബ്ജക്റ്റ് ഒന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ പെട്ടെന്നാണ് ഈ ഷൂട്ട് തുടങ്ങിയത്. നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻ കഴിയുമ്പോൾ നമുക്ക് പിറ്റേന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷനാണ്. നമ്മൾ ഡൊമിനിക്കിൻ്റെ ലൊക്കേഷൻ മറ്റേ പനമ്പള്ളി നഗറിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ സൈജു കുറിപ്പിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഷൂട്ട് കൊടുക്കാന്ന് പറയും. പെട്ടെന്നായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു തയ്യാറെടുപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. എങ്ങനെയായിരുന്നു അത്? എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റിംഗ് ആയിരുന്നു അല്ലേ? ലാസ്റ്റ് വന്ന കാസ്റ്റിങ്ങിൽ ആയിരുന്നു ഞാൻ ഇതിലോട്ട് വന്നത്. കൂടുതൽ ചിന്തിക്കാനൊന്നുള്ള ഒരു സമയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെ വലുതായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ഡയറക്ടറും ലീഡ് സ്റ്റാറും അതുപോലത്തെ ആൾക്കാരുമാണ് നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും എന്നുള്ളതിന് വലിയ സംശയമൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് അത് കുറച്ച് എനിക്ക് വേണമെന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിലോട്ട് അധികം തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ തന്നെ വന്നതായിരുന്നു. ഈ കഥ കേട്ട് ഇപ്പം ഗൂഗിളിന് പറ്റിയൊരു കഥാപാത്രം തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എത്തുന്നത്. പക്ഷേ ഈ ഒരു കഥാപാത്രം ഞാൻ ചെയ്താൽ മമ്മൂക്കാടെ കൂടെ നിന്ന് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ എത്രമാത്രം അത് ഫലമാകും എന്നൊരു ചിന്താഗതി വന്നു. മമ്മൂക്കാടെ കൂടെയാണ് നിൽക്കേണ്ടത് നമ്മൾ, മമ്മൂക്കാടെ ഒപ്പം പിടിച്ചങ്ങ് പോകണം. അതെങ്ങനെയായിരുന്നു ചിന്തിച്ചെടുത്തത്? എന്തായാലും ഒരു കോമ്പറ്റീഷനൊന്നും സ്കോപ്പ് ഇല്ലല്ലോ. പിന്നെ വരുന്ന കഥാപാത്രവും അസിസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഈ നമുക്ക് അതിൽ ചെയ്യുന്ന ഒരു ജോലിയോട് അത്രയ്ക്ക് അറിവില്ലാത്തൊരു പുതിയ കഥാപാത്രമായിട്ടാണ് നമുക്കടെ ലൈഫിലോട്ട് എൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എന്തായാലും ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. പിന്നെ നമുക്ക് നല്ല മാസ്കുലിനായിട്ട് അങ്ങനെ നിൽക്കുന്ന, ഞാൻ കുറച്ച് ചബി ക്യൂട്ടായിട്ട് അങ്ങനെ നിൽക്കുന്ന ആ ഒരു പരിപാടിയാണ് ഗൗതം സാറ് എന്നോട് ആദ്യം മെൻഷൻ ചെയ്ത്. എനിക്ക് തോന്നുന്നു മമ്മൂക്ക സുരേഷ് ചേട്ടനൊക്കെ ഉള്ള ഒരു കാലഘട്ടമുണ്ട്. ഇപ്പം നേരത്തെ വിനോദം പറഞ്ഞ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇപ്പം മോൻ മമ്മൂക്കാട് കൂടെ അഭിനയിക്കുകയാണ്, രണ്ടാമത്തെ സിനിമയിലേക്ക് വരാണ്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? അച്ഛൻ പൊതുവെ ഒന്നും പറയാറില്ല, ചിരിച്ചു തന്നെ. കൊള്ളാം, അത്ര വലിയ എക്സ്പ്രസീവ് അല്ല അച്ഛൻ. കൊള്ളാം, ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്ന്. അധികം അങ്ങനെ സിനിമയുടെ കാര്യം അങ്ങനെ സംസാരിക്കാറില്ല. ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് സിനിമയുടെ കാര്യം സംസാരിക്കാറില്ലല്ലോ. ഈ പറയുന്ന പോലെ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ അല്ലേ? മമ്മൂക്ക ആ കോമ്പിനേഷൻ വലിയ കയ്യടികൾ വാങ്ങിയ കാലഘട്ടങ്ങളായിരുന്നു. ആ കാലഘട്ടം വീണ്ടും മമ്മൂക്ക പുതിയ ആളുകളെ ചേർത്ത് പിടിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ വിജയം. പുതിയ സ്ക്രിപ്റ്റ് റൈറ്റർമാരെ ചേർത്ത് പിടിക്കുന്നു, പുതിയ ഡയറക്ടർമാരെ ചേർത്ത്. അങ്ങനെ ചേർത്ത് പിടിക്കാൻ മമ്മൂക്ക കാണിക്കുന്ന ധൈര്യം വലുതല്ലേ? അല്ല, അത് അദ്ദേഹത്തിനെ പോലത്തെ ഇത്ര ഗ്രേറ്റ് മാസ്റ്റേഴ്സ്, നമുക്കെന്നെ പോലത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യുമ്പം അവർ അനലൈസ് എവറിത്തിങ്. ഇതിൻ്റെ ബിക്കോസ് ഈ ക്രാഫ്റ്റിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ആൻഡ് ബോഡി ഓഫ് വർക്കുള്ള ഒരു ലെജൻഡിന് ഡെഫിനറ്റ്ലി ദേ വിൽ ഹാവ് ദ റൈറ്റ് ജഡ്ജ്മെൻറ്റ് ആൻഡ് അബൌട്ട് ആർട്ടിസ്റ്റ് ആയാലും ടെക്നീഷ്യൻസ് ആയാലും. സോ അത് നമ്മൾ മമ്മൂക്കൻ്റെ ഇൻ്റർവ്യൂസ് വായിക്കുമ്പം അല്ലെ ഇത് കേൾക്കുമ്പം തന്നെ വെൻ യു ലിസൺ ടു ഹിം അത് എത്രത്തോളം കൺവിക്ഷനോട് കൂടിയാണ് ചെയ്യുന്നത് എന്നുള്ള. പിന്നെ വെൻ യു സീ ദ ഫിലിംസ് ഇറ്റ് ഡസ് മാജിക്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ആയാലും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ കാസ്റ്റിംഗ് അല്ലേ? കാതൽ, then all these films, ബ്രഹ്മയുഗം, so all these അതുപോലെ സുരേഷേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ സുരേഷേട്ടനെ മീറ്റ് ചെയ്യുന്നത് പ്രണാമം എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ സെറ്റിൽ നമ്മൾ തിരുവല്ല ഷൂട്ട് ചെയ്യുമ്പം തൊട്ടപ്പുറത്ത് സായം സന്ധ്യയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. സോ ഐ റിമെമ്പർ ദിസ് ഹാൻസം ടോൾ മാൻ. അപ്പം ഇതാണ് സുരേഷ് ഗോപി. അവിടെയാണ് ഞാൻ ആദ്യം കാണുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ഹിസ് ഷർട്ട് കളർ. ഹി വാസ് വെയറിങ് ഒരു പീച്ച് ഷർട്ട് ആൻഡ് ബേജ് പാൻ്റൊക്കെ ഇട്ടിട്ട്. അന്ന് ദാറ്റ് വാസ് 87. അപ്പം അങ്ങനത്തെ മെമ്മറീസ് ഉണ്ട്. സോ അതേ മെമ്മറിയാണ് ഞാൻ ഗോകുലിനെ ഈ സെറ്റിൽ കാണുമ്പം ലൈക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ഹൗ സുരേഷ് ഏട്ടൻ വാക്ക്ഡ് ഇൻ ആൻഡ് ഹീസ് വെരി ക്ലോസ്. ഹീസ് ലൈക്ക് എൻ എൽഡർ ബ്രദർ. അപ്പം ഞാൻ
കുറച്ച് പടങ്ങൾ സുരേഷ് ഏട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ഭയങ്കര മെമ്മറബിളായ ട്രഷർ ചെയ്ത മൊമെന്റ്സ് ഉണ്ട് സുരേഷ് ഏട്ടൻ്റെ കൂടെ. അതുപോലെ ഗോകുൽ എനിക്കൊന്ന് 1 വയസ്സാണ് ആ സമയത്ത് നമ്മൾ തക്ഷശില ഷൂട്ട് ചെയ്യും. 1 or 2 ഐ തിങ്ക് 93. ഞാൻ 93 അതന്നെ 93 കറക്റ്റ്. സോ ആ സമയത്ത് അവിടെ നിന്ന് വിളിക്കും ഫോണിൽ. സോ അത് ഞാൻ ഗോകുലിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം വീസ് ടു ടോക്ക് ടു കുഞ്ഞുവാരായിട്ട് ഇങ്ങനെ ഗോകുൽ സംസാരിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മള് തക്ഷശിലയുടെ ഷൂട്ടിങ്ങിന് കുലു മനാലിന്ന്. സോ കുറേ ദിവസം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഹി വാസ് മിസ്സിങ് ദ ഫാമിലി. അപ്പൊ എന്നോട് ഇങ്ങനെ പറയായിരുന്നു സുരേഷ് ഏട്ടൻ. അപ്പം വിളിക്കുമ്പോൾ ഞങ്ങളൊക്കെ സൈഡിലുണ്ടാവും. അപ്പം കുഞ്ഞുവാവിന്റെ ശബ്ദം. ആൻഡ് ഹി യൂസ് ടു ടോക്ക് ടു ഹിം ആ സമയത്ത്. അത് 93 എൻഡോ സത്യം സംസാരിക്കാൻ തുടങ്ങിയ സമയം എന്ത് വേണം. അങ്ങനെ വെരി ഫോണ്ട് മെമ്മറീസ്. ആൻഡ് നൗ ഐ ഗെറ്റ് ടു ഷെയർ സ്ക്രീൻ സ്പേസ് വിത്ത് ഗോകുൽ. അങ്ങനെ ഹാപ്പിനെസ് ആണ്. അല്ല ആ കാര്യങ്ങളൊക്കെ ഓർത്ത് പറയുന്ന അല്ലേ. അന്ന് 1 വയസ്സുള്ളപ്പം ഒന്ന് അച്ഛ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇവരെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ആ ഓർമ്മയൊന്നിലേക്ക് പോയത് കണ്ടില്ലേ. അതൊക്കെ ഒരു പക്ഷെ അടുത്ത് ഒരുമിച്ച് ഇങ്ങനെ ഒരു മെമ്മറി വീണ്ടും ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ ഷെയർ ചെയ്ത് അതേ മോൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഒരു ഭാഗ്യവാനായ നടനാണ്. അതെ, അല്ല അതാണ് നമ്മൾ ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത്. ഇപ്പം ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. നമ്മുടെ സിനിമ ഫാമിലി എല്ലാവരും തമ്മിൽ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. എസ്പെഷ്യലി ആ കാലത്ത് ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരുന്നു ആർട്ടിസ്റ്റ് തമ്മിലും. എല്ലാവരും മ്യൂച്വലി ഡിസ്കസ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഏത് പ്രോജക്റ്റ് ആയാലും ഫ്രണ്ട്സ് അവരെല്ലാം കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി മറ്റുള്ള ഡയറക്ടേഴ്സ് അവരെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താണ് പറഞ്ഞ ഒരു ടീം സ്പിരിറ്റ് ഉണ്ട് ആ ഒരു ബോണ്ടിങ്. സോ അത് തന്നെയാണ് ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ഹാപ്പിനെസ്. ഇപ്പം ഞാൻ ഫഹദിൻ്റെ കൂടെ ചെയ്യുമ്പോഴും അഖിൽ സത്യേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്ത മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വരും. അങ്ങനെ ഒരു ബ്ലെസ്സിങ് ആണ് അത് ആക്ച്വലി. ഇപ്പം മമ്മൂക്കയുടെ കൂടെ ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കും. മമ്മൂക്ക പണ്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതെ, ചെറിയ കുറച്ച് പടങ്ങളുള്ളതെന്ന് എനിക്ക് അതെ, തോന്നുന്നു. പക്ഷെ ഇപ്പോൾ വന്നിട്ട് മമ്മൂക്കയുടെ കൂടെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മമ്മൂക്കയിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്? അല്ല, മമ്മൂക്കയില് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ. അദ്ദേഹം എങ്ങനെയാണ് ഓരോ ക്യാരക്ടറിന് അപ്രോച്ച് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കിങ്ങനെ കണ്ട്. ഇപ്പം ഞാൻ ബാവൂട്ടി ചെയ്യുമ്പം ബാവൂട്ടിയുടെ നാമത്തിൽ നല്ല ഇൻറ്റൻസ് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു മമ്മൂക്കായിട്ട്. സോ അദ്ദേഹം ആ ബാവൂട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിൻ്റെ മാനറിസംസും അതിൻ്റെ ആ ഭാഷയും മലപ്പുറം ഭാഷയും മനോഹരമായിട്ട് അദ്ദേഹം അത് ബ്ലെൻഡ് ചെയ്ത് ഹീൽ ട്രാൻസ്ഫോം. ആ സെറ്റിൽ ഉള്ള ട്രാൻസ്ഫോർമേഷനാണ്. സോ അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതങ്ങനെ കടുകന്നാവില് കോമ്പിനേഷൻ ഇല്ലെങ്കിലും അദ്ദേഹം ഒരു ദിവസം വന്നിരുന്നു സെറ്റിൽ. മമ്മൂക്കൻ്റെ ഒരു പോർഷൻ എടുക്കുമ്പം അന്ന് ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ. സോ അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റി. ഇപ്പം ഈ പടത്തിലും അതേപോലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഭയങ്കര രസകരമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദ സ്റ്റോറി ലൈൻ. പക്ഷെ അദ്ദേഹം അനായാസമായിട്ട് ആ ഡയലോഗ്സിലുള്ള ഒരു റെൻഡിഷൻ ഉണ്ട് ഈ പടത്തിൽ. അപ്പം ഞാനുമായിട്ടുള്ള കോമ്പിനേഷനെല്ലാം അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഈ പറഞ്ഞ പോലെ ഒരു അണ്ടർലൈങ് ഹ്യൂമർ എലിമെൻറ്റും അതിൽ കൊടുത്തിട്ടുണ്ട് അവർ പല സ്ഥലങ്ങളിലായിട്ട്. സോ അതൊക്കെ നമ്മൾ ആക്ടേഴ്സിന് മമ്മൂക്കനെ പോലത്തെ ഇത്രയും സീനിയർ ആൻഡ് ലെജൻഡറി ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത് നേരിട്ട് കാണുക, അതൊക്കെ ഇന്നും ട്രഷർ ചെയ്ത് വെക്കുന്ന മൊമെന്റ്സ് ആണ് നമുക്കെല്ലാം. ഇറ്റ് വിൽ ബി ദ ലൈഫ് ലോങ്, ഇറ്റ് വിൽ ബി ട്രഷർഡ്. ഗ്രേറ്റ് മൊമെന്റ്സ്, അത്തരം മൊമെന്റ്സ്. മീനാക്ഷി ഇതൊക്കെ കേട്ടിട്ട് ആദ്യം സുരേഷ് ചേട്ടനെ കണ്ട കഥ പറഞ്ഞപ്പോൾ മീനാക്ഷി ഇങ്ങനെ അത്ഭുതപ്പെട്ടൊരു മീനാക്ഷി അന്ന് ഇല്ലല്ലോ. ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ബാങ്കില്. അല്ല ബാങ്ക് അല്ല, അതല്ല, ഇപ്പൊ കഥ പറഞ്ഞപ്പോ മീനാക്ഷി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ബാങ്ക് ആണല്ലോ, ആദ്യത്തെ ബാങ്കായിരുന്നു. ഈ കഥകളൊന്നും കേട്ടിട്ടില്ല, ഇങ്ങനത്തെ കഥകൾ ഇല്ല. നല്ല രസമാണ് കേൾക്കാൻ. നമുക്കൊന്നും സംസാരം, ഈ കഥകൾ കേൾക്കാൻ ഏറ്റവും ഇഷ്ടം അല്ലേ? പഴയ അത്ര എക്സ്പീരിയൻസ് ആണ്. നിങ്ങള് രണ്ടാമത്തെ സിനിമയില് അതെ അന്നും കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മള് സെറ്റില് ഒരുമിച്ച് കോമ്പിനേഷൻ ഉണ്ട്. വീട്ടില് വരുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ശരി. ഒന്ന് പോയോ? ഉണ്ട്, വെള്ളം കൂടെ വരൂലേ? ശരി. ഉണ്ട്. ചെറിയ അങ്ങനെ പോയാലും കോമ്പിനേഷൻ ആണ്, ഇങ്ങനെ പോയാലും മതി. മനസ്സിലായില്ലേ? ഈ കഥകളൊക്കെയാണ് നമുക്ക് കേൾക്കേണ്ടത് അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാണ്? നല്ല രസമുണ്ട്. ഇങ്ങനെ ഒത്തിരി മെമ്മറീസ് ഇനി പറയണം നമുക്ക് കാലഘട്ടങ്ങളിൽ.
ആ രീതിക്ക് വേണം നിൽക്കാൻ. ഈ ഗോകുലുമായിട്ട് എങ്ങനെയാണ്? ഗൂഗിൾ എനിക്കിപ്പോൾ എൻ്റെ ക്യാരക്ടറിന് കോമ്പിനേഷൻ ഒന്നും എന്നെ കൂടുതൽ പറയാൻ പറ്റത്തില്ല. പറയല്ല, ക്യാരക്ടർ പോലെ രണ്ടുപേരും അവിടെ നിന്ന് നോക്കണ്ട തന്നെ എല്ലാം പറയുമെന്ന് അറിയാൻ വേണ്ടി. ഗൂഗിള് നമ്മൾ സെറ്റിൽ ആദ്യം കണ്ട്, ഞാൻ ആക്ച്വലി ഗൂഗിളിൻ്റെ ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അതെൻ്റെ അടുത്ത് ആദ്യം പറയുന്ന ഗൂഗിളാണ് സെറ്റിൽ കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട് എവിടെയോ അല്ലേ, വീട്ടിൽ വന്ന്. ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ അമ്മ അച്ഛനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ചെറിയ ഓർമ്മകളേ ഉള്ളൂ. എല്ലാവരും കൂടെ കുറേ പേരുണ്ടല്ലോ അവിടെ. അപ്പോൾ എനിക്ക് സുരേഷ് സാറ് ചീരയൊക്കെ കഴിക്കുന്നൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അമ്മ എനിക്ക് ചീര സുരേഷ് ഗോപി സാറ് കഴിക്കും ചീര, അതുകൊണ്ട് നീ കഴിക്കണം എന്നൊക്കെ എപ്പോഴും അതൊക്കെ ചെറിയ ഓർമ്മകളുണ്ട്. അപ്പോൾ അതാണ് ഗോകുലായിട്ടുള്ള എനിക്ക്. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നെ ഡൊമിനിക്കിലാണ് ആദ്യമായിട്ട് സിനിമകൾ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഡൊമിനിക്കിന്റെ സെറ്റ് ഷെയർ ചെയ്തോ വീട്ടിൽ വെച്ചോ? അല്ല, ഗോകുലാലോ പറഞ്ഞല്ലേ? ചീരയുടെ കഥ പറഞ്ഞായിരുന്നു. ചീരയുടെ കഥ ഞാനാ പറഞ്ഞു. ചീരയുടെ കഥ എല്ലാ കഥകളും അവിടെ വെച്ച് പറഞ്ഞു. എങ്ങനെയാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പണ്ട് കണ്ട കൊച്ചു വാവ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഉപദേശങ്ങളൊന്നും തന്നില്ലേ? എന്തോ എന്തെങ്കിലും ഉപദേശം തന്നു? അതിനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പൊ ഇനി അടുത്ത പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് അടുത്ത ഇനി വരുന്ന പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നിട്ടോ പോലെ പോകുമ്പോ അടുത്ത പ്രൊജക്റ്റിൽ പറഞ്ഞേക്കണം. ഇങ്ങനെ പണ്ട് അച്ഛൻ കഴിച്ച ചീര കഴിക്കുന്ന ഒരു കുട്ടി ഇവിടെ ഉണ്ട്. ഇത് എന്റെ കുഴപ്പമില്ല, അച്ഛൻ കഴിക്കുന്ന ചീര കഴിച്ച് അമ്മ ചീര കൊടുത്ത് വളർത്തിയതാണ് അല്ലേ? അതൊരു ഓർമ്മയായിട്ട് ഞാൻ പറഞ്ഞു. ഇത് എവിടെ ഇടരുത് പ്ലീസ്, കഷ്ടം. പൊതുവെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാനെന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല. വെജിറ്റബിൾസ് കഴിക്കാൻ പിള്ളേരാണെങ്കിൽ എൻഫോഴ്സ് ചെയ്യും. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതെ, കാത്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങള്. ട്രോള് മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ കേട്ടാ, ട്രോള് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഡൊമിനിക്ക് പറഞ്ഞു വെക്കുന്നത് എന്താണ്? കഥ പറയാതെ പറയാൻ പറ്റുമോ? ഡൊമിനിക് ഒരു ത്രില്ലർ കഥ ചെറിയ ഹ്യൂമറിലൂടെ പറയാനുള്ള ഒരു ശ്രമമാണ്. ത്രില്ലർ ഇൻവെസ്റ്റിഗേഷന് ചെറിയൊരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്നു. സാധാരണ അന്വേഷിക്കുന്ന ഓഫീസേഴ്സ് പൊതുവെ ഇച്ചിരി സീരിയസ് ക്യാരക്ടേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊരു ചെറിയൊരു ഹ്യൂമർ ടച്ചുള്ള ഒരു ക്യാരക്ടർ ഒരു കഥ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിലറിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് ഈസിയാണ്, എനിക്ക് രസകരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് മമ്മൂക്ക. അത്തരമൊരു കഥകൾ എഴുതുന്ന സമയത്ത് ഞാൻ നേരത്തെ ചോദിച്ചതാണ്, അങ്ങനെ ഒരു കഥകൾ എഴുതുമ്പോൾ ഇത് ഏത് റൂട്ടിലേക്ക് പോയാൽ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഒരു അന്വേഷിക്കുന്ന ഒരു കഥയാകുമ്പോൾ ഒരു ആക്ഷൻ എല്ലാം ഉണ്ട്, പക്ഷേ ഇത് കോമഡിയോടുകൂടി പറഞ്ഞു പോകുമ്പോൾ എങ്ങനെയായിരിക്കും പ്രേക്ഷകർ ഏറ്റെടുക്കാമെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു? ഇല്ല, അത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതുകൊണ്ടേ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ കഥകൾ ചെയ്യും, ബാക്കി നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എത്ര പ്രാവശ്യം ഈ കഥയെക്കുറിച്ച് ചർച്ച, എല്ലാം വർക്ക് കഴിഞ്ഞിട്ടും പിന്നെയും ചർച്ചകൾ ഉണ്ടാവുമല്ലോ? ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഡ്രാഫ്റ്റ് എഴുതുന്ന സമയത്ത് വീണ്ടും ആ സീൻ എടുത്ത് ചർച്ച ചെയ്യും. പിന്നെ ഗൗതം സാറിൻ്റെ കൂടെയും ഷൂട്ടിൻ്റെ തലേദിവസമൊക്കെ നമ്മൾ വീണ്ടും സാറിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റുകയും ഒക്കെ ചെയ്യും. പിന്നെ സെറ്റ് വരുന്ന സമയത്തും ചെറിയ എന്തെങ്കിലും ആഡ് ഓൺസ് പറ്റുമെന്ന് നോക്കും. ഈ മമ്മൂക്കായുടെ അടുത്ത് ഒരു ഡയലോഗുകൾ എഴുതിയിട്ടുണ്ടല്ലോ, മമ്മൂക്കായുടെ അടുത്ത് ചിലപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിൽ ചെന്നിട്ട് ഒരു ചേഞ്ച് വേണം, മമ്മൂക്കായുടെ അടുത്ത് അങ്ങനെ ഒരു ചേഞ്ചിങ്ങിലേക്ക് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്? അല്ല, മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു മോഡുലേഷൻ നമ്മുടെ മനസ്സിൽ ഒന്നുണ്ടാവും, അത് ഭയങ്കരമായിട്ടൊരു വാല്യൂ കൊടുക്കുന്നതാണ്. ഈ ഒരു താളമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ, ഈ ഒരു മോഡുലേഷനിൽ പറഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി അന്നേരം തന്നെ അത് ചെയ്തു തരാം. അതൊന്നും അല്ലാണ്ട് ആദ്യം പുള്ളി ഒരു മീറ്റർ ആദ്യം പിടിച്ചു വെക്കാത്തില്ല എന്നാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തോന്നിയത്. ഓൾട്രേഷൻ പറഞ്ഞാൽ അന്നേരം തന്നെ പുള്ളി അത് ചെയ്യാറുണ്ട്. ആക്ഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടോ മമ്മൂക്ക? ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാടെ ആക്ഷനൊക്കെ കണ്ടിട്ടിരിക്കുക എനിക്ക് കാണാൻ പറ്റില്ല. ഗൂഗിളിൽ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് മമ്മൂക്കാടെ ആക്ഷനൊക്കെ കണ്ട് സെറ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ എന്താണ് ഗൂഗിളിൻ്റെ ഒരു ഫീല്? എത്ര ഡെഡിക്കേറ്റഡ് ആണെന്ന് ഫീൽ ചെയ്യും. കാരണം വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് നിൽക്കുന്ന സ്റ്റേച്ചറിന് കുറച്ച് ഉഴപ്പൊക്കെ വേണമെങ്കിൽ ചെയ്യാമല്ലോ. പക്ഷെ അങ്ങനെ തീരെ യങ്സ്റ്റേഴ്സിന് പോലും നാണക്കേട് തോന്നുന്ന രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് കളയും. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മളും ഡെഡിക്കേറ്റഡ് ആവുമെന്ന് ഫീൽ ചെയ്യുന്നു. വെറുതെ ഇങ്ങനെ കണ്ടു നിന്നാൽ മതി. കുറച്ചുകൂടെ സീനിയേഴ്സിന് ചിലപ്പം കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടാവും അതിനെക്കുറിച്ച് പറയാനായിട്ട്.
ഇങ്ങോട്ട് തള്ളിയിട്ടാട്ടോ. അല്ല, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ മമ്മൂക്കയോട് ചെയ്ത് അങ്ങനെ ആക്ഷൻ ഓറിയന്റഡ് ഒന്നും ചെയ്തിട്ടില്ല. അല്ല, പക്ഷെ ഓഫ് കോഴ്സ് സ്ക്രീനിൽ വെൻ യു സീ ലൈക്ക് ട്രെമൻഡസ് എനർജി ആൻഡ് അതെല്ലാം ആ എക്സ്പീരിയൻസ് ആണ്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ്. ഒരു നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പുള്ള സിനിമയിലൊക്കെ ഡൂപ്പിന് ഇടാന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ഫീനിക്സ് എൻ്റെ അടുത്ത് പറഞ്ഞാണ്. ഡൂപ്പ് വേണ്ട, കണ്ണൂർ സ്കോളാണ്, ഡൂപ്പ് വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നാണ് മമ്മൂക്ക പറയണത്. അതായി പറഞ്ഞു, ഇപ്പോഴത്തെ ആളുകളൊക്കെ അത് കാണുമ്പോൾ തന്നെ നാണമാവും എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. മമ്മൂക്കൊക്കെ ഡൂപ്പൊന്നും വേണ്ട, മമ്മൂക്ക നിന്നാൽ ഫൈറ്റാണ്, ഫൈറ്റെങ്കിൽ ഫൈറ്റ്. അത് മമ്മൂക്ക അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അത് ഓരോ സീനുകൾ മമ്മൂക്കയുടെ പുതിയ പുതിയ സിനിമ കാണുമ്പോൾ നമുക്ക് പിന്നെയും പഠിക്കാൻ തോന്നുന്നില്ലേ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. അങ്ങനെ ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? ഇവരിലുണ്ടാവുന്ന ആളുകൾ ഉള്ളെന്ന് തോന്നും. അല്ല, സി അതാണ്, ദർ ആർ ലെജൻഡ്സ്. സോ എപ്പോഴും ഇൻസ്പയറിംഗ് ആയിരിക്കും ഫോർ എവറിബഡി. ഈ നിലവിൽ മമ്മൂക്കയുടെ കൂടെ ഈ സിനിമയിൽ അഭിനയിച്ചപ്പം ഏറ്റവും ഓർത്ത് വയ്ക്കാവുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? ഈ ലൊക്കേഷനുണ്ട് ഒരു മെമ്മറി. ലൊക്കേഷനിൽ നമുക്കായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിച്ചു ഷോട്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട്. അതുപോലെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനെ വിഷ് ചെയ്യാൻ കാരവാനിൽ പോയതായിരുന്നു. ഈ മെയ്ഡ് മീ സിറ്റ് ദെയർ ആൻഡ് കുറേ നേരം പല പല കാര്യങ്ങളും, പഴയ കാര്യങ്ങളും, എം ടി സാറിൻ്റെ പ്രോജക്ട്സിനെ കുറിച്ചും ഹിസ് ക്യാരക്ടേഴ്സ്. അതൊരു ഭയങ്കര, ബിക്കോസ് എനിക്ക് വെരി റെയർലി ഐ ഗെറ്റ് ടൈം ലൈക്ക് ദാറ്റ്. ഐ മീൻ അത്തരം അദ്ദേഹത്തോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാൻ വെരി ലിറ്റിൽ ടൈം. എനിക്കങ്ങനെ ഒരു അപൂർവമായിട്ട് കിട്ടിയ ഒരു ഓൾമോസ്റ്റ് 1 hour മമ്മൂക്കൻ്റെ കൂടെ ഇരുന്ന് ഹി വാസ് ഓക്കെ. അതെനിക്ക് ഭയങ്കര ഒരു പ്രഷ്യസ് മെമ്മറിയാണ് ഈ ഡൊമിനിക്കിൻ്റെ ഷൂട്ടിംഗ് സമയത്ത്. ഞാൻ വിഷ് ചെയ്തിട്ട് പോകാൻ പോവായിരുന്നു. ഹി മെയ്ഡ് മീ സിറ്റ് ദെയർ ആൻഡ് സ്പോക്ക് അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ്. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളെ കുറിച്ചും നമ്മൾ വർക്ക് ചെയ്ത കടുകണ്ണാവിനെ കുറിച്ചും. ആ സമയത്ത് അത് റിലീസ് ചെയ്ത ടൈമായിരുന്നു. സോ അതൊരു വെരി ഫോണ്ട് മെമ്മറി. അല്ല, അത്തരം ഒരു ഭാഗ്യവാനാണ് താങ്കൾ. ഇനിയും ഒത്തിരി സിനിമകൾ ചെയ്യാൻ കഴിയണം. ഇനിയും നല്ല നല്ല സിനിമകൾ, ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ ഒന്നിനൊന്നിനും മികച്ച കഥാപാത്രമായി ചെയ്യാൻ കഴിയണം. ഞങ്ങളൊക്കെ കാണുന്നവരാണ്. നക്ഷത്രങ്ങൾ ഇപ്പോഴും മനസ്സിൽ ആടിക്കരിക്കുമ്പോൾ വേറെ എത്രയോ കഥാപാത്രം അതെന്നും മനസ്സിൽ ഓർത്തിരിക്കും. സർഗമാണെങ്കിലും അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി വേറെ രൂപത്തിലും വേറെ ഭാവത്തിലും വരുമ്പോൾ ഞങ്ങളൊക്കെ കണ്ടു വളർന്നവരാ അല്ലേ? നമ്മളെല്ലാം I'll try my best. It's my duty അല്ലേ? ഈ അഭിനയത്തിൽ തന്നെ ഒതുങ്ങുവാണ്, ഡയറക്ഷനിലേക്കൊന്നും പോകണ്ട നമുക്ക്. ഇല്ല, ഞാൻ എൻ്റെ ഡാൻസ് സ്കൂളുണ്ട്, എനിക്കറിയാം. പ്രോഗ്രാംസ്, പിന്നെ എൻ്റെ ഡാൻസ് പ്രൊഡക്ഷൻസ്. ഡയറക്ഷൻ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അതിൻ്റെ ഒരു കാലിബർ ഉണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയും ടൈം കൺസ്യൂമിങ് ആൻഡ് പിന്നെ അതിനൊരു ഡ്രൈവ്, അങ്ങനെ ഒരു ഡ്രൈവ് ഇല്ല. ഇത് തന്നെ ഉണ്ട്. ഇനി കുറേ, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇങ്ങനെ കിടക്കല്ലേ. സോ അതിലേക്ക് എക്സ്പ്ലോർ ചെയ്യണം. ദാറ്റ് ഇസ് മൈ. ഇപ്പോഴും ഇങ്ങനെ തന്നെ ഈ സൗന്ദര്യം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണം? സൗന്ദര്യമൊന്നുമില്ല, പ്രായത്തിനനുസരിച്ച് നമ്മളെല്ലാവരും മാറുമല്ലോ. പ്രായത്തിന്റെ ഒരു ഇതില്ല ഉണ്ടാവൂല. അതൊക്കെ ഉണ്ടല്ലോ. ഒരിക്കലും നാച്ചുറലി യു ഏജ് ബ്യൂട്ടിഫുള്ളി. അല്ല, അതിന് നമ്മളൊക്കെ എന്താ തയ്യാറാണ്? എനിക്ക് നല്ല വയസ്സുണ്ട്, അതുകൊണ്ടായി ചോദിക്കും. ചെറുപ്പമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതെ, കറക്റ്റ്. വയസ്സൊന്നും തോന്നുന്നില്ല. I think it's a mindset. നമ്മുടെ മനസ്സ് ഹാസ് ടു ബി യങ് ഓൾവേസ്. മമ്മൂക്കാട് വെച്ചത് പറയില്ല, അത് ഇവിടെ ചോദിച്ചെന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ മമ്മൂക്കാട് പത്രസമ്മേളനത്തിൽ ചോദിക്കാറില്ല. ഇതാണ് പറഞ്ഞത്. മമ്മൂക്കാട് അത് തന്നെയാണ് മൈൻഡ് സെറ്റ് തന്നെയാണെന്ന് ചോദിക്കുന്നത്. മൈൻഡ് സെറ്റ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ്ലി. മമ്മൂക്കൻ്റെ ഒക്കെ റൂട്ടീൻ ആൻഡ് ഹൗ ഹി, നമ്മൾ അറിഞ്ഞതും അദ്ദേഹം പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഹിസ് റൂട്ടീൻ എക്സസൈസ് ഓർ ഡയറ്റ്, ഓൾ ദാറ്റ് ഇസ് വെരി, അതാണ് ഞാൻ പറഞ്ഞില്ല, നമുക്കൊക്കെ വെരി ഇൻസ്പയറിംഗ് ടു വാച്ച് ദീസ് ഗ്രേറ്റ്സ്. അതൊക്കെയാണ് കേട്ട് മനസ്സിലാക്കി വെക്കണ്ട നമുക്കൊക്കെ അല്ലേ? ഇങ്ങനെയൊക്കെ ഇന്ന് വളരെ സൈലൻ്റ് ആണ് കേട്ടോ. എനിക്കതല്ല, ഇന്ന് എനിക്ക് മനസ്സിലാ വന്നതേ വിട്ട് ഞാനിങ്ങനെ ഒന്ന് എന്തിലേക്ക് ഒന്ന് കയറാൻ നോക്കുമ്പോൾ എന്ത് പറയണമെന്നും അറിയില്ല. പിന്നെ ഇത് ആദ്യത്തെ ഇന്റർവ്യൂ ആണല്ലോ. എനിക്ക് ആദ്യത്തെ, അപ്പം ഞാനും കുറച്ച് ചൂടായി വരുന്നതേ ഉള്ളൂ. കണ്ടോ ഈ ശബരി എന്നെ കുഴപ്പിച്ചോട്ടോ. ശബരി എല്ലാം കൂടെ ചൂടായി വരാൻ വേണ്ടി ചൂടായി വന്നില്ല. ഇവിടെ ചൂടായി വന്നാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഹാപ്പി അല്ലേ? സൂപ്പർ ഹാപ്പി. ഇനി അടുത്ത പ്രൊജക്റ്റ് ഏതാണ്?
ഇപ്പോൾ സുമതി വളവ് എന്ന് പറയുന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പാലക്കാട് ലൊക്കേഷൻ, പാലക്കാട്. അവിടുന്ന് വന്നു എന്ന് അതെ. അതൊക്കെ എനിക്കറിയാം. വേറെ വിശേഷങ്ങൾ? വേറെ ഒറ്റക്കൊമ്പനിലൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ തന്നെ? അതെ, കൂടെ അല്ല, ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കാണ്? ഒറ്റക്കൊമ്പനിലുണ്ട്. പിന്നെ പിന്നെ ഫഹദൊക്കെ ആയിട്ടൊരു പടം, കരാട്ടെ ചന്ദ്രൻ. 3 പടം നിലവിലുള്ളത്. അതെ. ഇറങ്ങാനുള്ളത്? ഇറങ്ങാൻ ഇത് ഡൊമിനിക്കാണുള്ളത്. ഡൊമിനിക്ക് മാത്രമേ ഉള്ളല്ലേ? അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. അച്ഛനെ ഞാൻ അമ്മയുടെ പരിപാടിക്കാണ് ലാസ്റ്റ് കണ്ടത്. മന്ത്രിയായ പിന്നെ എങ്ങനെയുണ്ട് അച്ഛൻ? വീട്ടിൽ വരവ് അന്നും കുറവ് ഇന്നും കുറവാണോ? കുറവാണ്. കുറവാണ്. ഒരു മന്ത്രിയുടെ മകനാണ്, എങ്ങനെയാണ് കാണുന്നത്? കേന്ദ്രമന്ത്രിയുടെ മകനാണ്. അങ്ങനെയൊന്നും പ്രത്യേകത അങ്ങനെയൊന്നും കാണുന്നില്ല. പ്രത്യേകതയോടെ ഒന്നും കാണുന്നില്ല. നോർമലായിട്ട് ജനങ്ങളെ എലക്ട് ചെയ്ത് അങ്ങനെ ആയതാണല്ലോ. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അച്ഛൻ അല്ലാത്തപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആണെന്ന്. ഉത്തരവാദിത്വം കൂടിയല്ലോ അച്ഛൻ ഇപ്പോൾ? അതെ. ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ അല്ലേ? ഡൽഹി പോയോ? ഞാനും പോയിട്ടില്ല. അതെന്താണ് പോകാത്തത്? ഞാൻ അതാ അന്നും പോയില്ല ഇന്നും പോയിരുന്നില്ല. ഇന്ന് ഡൽഹിയിൽ പോകണ്ടേ? അച്ഛൻ്റെ ഹൗസിലൊക്കെ ഒന്ന് താമസിക്കണ്ടേ? അത് ആവുന്നേ ഉള്ളൂ, വീടാവുന്നേ ഉള്ളൂ. വീടായി കഴിഞ്ഞാൽ ഒന്ന് പോകുന്നു അല്ലേ? 3rd പാല് കാച്ച. അത് കറക്റ്റ് അതെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് ഓർത്ത്. സുരേഷ് ഗോപിയുടെ പാല് കാച്ചൽ 3-ാം തീയതി ഒരെണ്ണം കൊടുക്കാൻ ഇന്ന് ഗോകുലൊന്നൊരു കാര്യം എനിക്ക് പറഞ്ഞു തന്നതാണ്. അതിനെന്തായാലും പോകുന്നുണ്ട് അല്ലേ? അപ്പം എല്ലാം നല്ലതാകട്ടെ. ഡൊമിനിക്ക് സൂപ്പർ ഹിറ്റ് ആകട്ടെ. 23-ാം തീയതി കഴിഞ്ഞ് 24, 25, 26 കടന്ന് 25, 50, 100-ാം ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ജഗദീശൻ തരട്ടെ. ഇത്ര നേരം ഞങ്ങളോട് സഹായിച്ച 5 പേർക്കും ഒത്തിരി സന്തോഷം. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.